ഒരു റിലേഷൻഷിപ്പിൽ പവറിൻ്റെ ഇൻഫ്ലുവൻസ്, അതായത് ഡിസിഷൻ മേക്കിംഗ് ഒക്കെ വരുമ്പോൾ ഒരാളെപ്പോഴും ഡോമിനൻ്റ് ആയിരിക്കാം, ഒരാളെപ്പോഴും സബ്മിസീവ് ആയിരിക്കാം, അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. അപ്പോൾ അത് ഒരു ഹെൽത്തി ആയിട്ട് കീപ്പ് ചെയ്ത് കൊണ്ടുപോകാം. അതായത് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ, ഇറ്റ്സ് ഓക്കെ ടു ബി എ ഡോമിനൻറ്റ് പേഴ്സൺ, ഇറ്റ്സ് ഓക്കെ ടു ബി എ സബ്മിസീവ് പേഴ്സൺ. പക്ഷേ മറ്റേ ആൾക്ക് പറയാനുള്ളതും കൂടി കേൾക്കാനും അതിനെ റെസ്പെക്റ്റ് ചെയ്യാനും കഴിയണം. ഇപ്പോൾ പല വീടുകളിലും നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അച്ഛനായിരിക്കാം അവിടുത്തെ മെയിൻ ആൾ, അല്ലെങ്കിൽ അമ്മയായിരിക്കാം. ദാറ്റ് ഈസ് ഓക്കെ. അവരുടെ സിസ്റ്റം നന്നായി നടന്നു പോകുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓക്കെ. പക്ഷേ അച്ഛൻ മെയിനായി നിൽക്കുന്നിടത്ത് അമ്മയെ കേൾക്കാതിരിക്കുകയും അമ്മ മെയിനായി നിൽക്കുന്നിടത്ത് അച്ഛന് വിലയില്ലാതിരിക്കുകയും ചെയ്യുന്ന സിറ്റുവേഷനിലേക്ക് അല്ല നമ്മൾ പറയുന്നത്. അതൊരിക്കലും ഹെൽത്തി അല്ല. 2 പേര് റിലേഷൻഷിപ്പിലുള്ളപ്പോൾ ആ 2 പേരുടെ അഭിപ്രായങ്ങൾക്കും വിലയുണ്ട്, ആ 2 പേരുടെ ഡിസഗ്രിമെൻസിനും വിലയുണ്ട്. ആ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർക്ക് അത് ഓക്കെയാണ്, അവരതിൽ ഓക്കെ ആണെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല. അവിടെ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല. ഒരാൾ കാര്യപ്രാപ്തിയുള്ള ആളായിരിക്കാം, മറ്റേ ആൾക്ക് ചിലപ്പോൾ കാര്യങ്ങൾ കുറച്ചും കൂടി വേറെ എന്തില്ലെങ്കിലും ആയിരിക്കും കഴിവുണ്ടാവുക. അതങ്ങനെ ആയിക്കോട്ടെ. അതിൽ നമ്മൾ കയറിയിട്ട് ഇല്ലാത്ത പ്രശ്നം ഉണ്ടാക്കി ബാലൻസ് ചെയ്യേണ്ട കാര്യമില്ല. അതേ സമയത്ത് ഇത് അൺഹെൽത്തി ആയിട്ടാണ് പോകുന്നത്. ഈ അമ്മ കേമിയായി നിൽക്കുന്നിടത്ത് അച്ഛനെ 4 നേരം വെച്ച് ഇങ്ങേരെ കൊണ്ടൊന്നിനും കൊള്ളൂല, കഴിവില്ലാത്ത മനുഷ്യൻ, വെറുതെ ഇവിടെ ഇരിക്കുന്നു, കുറ്റപ്പെടുത്തലിൻ്റെ എക്സ്ട്രീംസ് എല്ലാവരുടെ മുന്നിൽ വെച്ചും ഇത് തന്നെയാണ് പറയുന്നതെങ്കിൽ അത് വളരെ അൺഹെൽത്തിയാണ്. അതേ സമയത്ത് വീട്ടിലെ കാര്യങ്ങൾ അമ്മയാണ് നോക്കുന്നത്, വീട്ടിലേക്കുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുതരുന്നത് അച്ഛനാണ്. ദർ ഇസ് എ ബാലൻസ്. അതെപ്പോഴും നമ്മൾ നോക്കണം. അൺഹെൽത്തി ആയിട്ടുള്ള സാധനത്തിലേക്ക് നമ്മൾ ഒരിക്കലും ഇതിനെ പോകാൻ വിടരുത്.